കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നിരിക്കുന്നു. ജസ്റ്റിസ് BG അരുണിൻ്റെയാണ് ആ വിധി. വിമർശനങ്ങളും വിയോജിപ്പുകളും പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മതിയായ കാരണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സുപ്രധാനമായ ഈ വിധിക്ക് കാരണം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ട ഒരു വ്യക്തി അയ്യമ്പള്ളി സ്വദേശിയായ മനുവിന് എതിരായിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ FIR ഇപ്പം ഹൈക്കോടതി ക്വാഷ് ചെയ്തു. അത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആരെ വേണമെങ്കിലും വിമർശിക്കാം, ഏത് അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്താം, പൗരന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം. അത് നിയന്ത്രിക്കാനായിട്ട് പോലീസിന് കഴിയില്ല. ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ 19 പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായം സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അത് പ്രകടിപ്പിക്കാനാണ് അവസരം നമുക്കുണ്ട്. അതിനെതിരായിട്ട് പോലീസ് കേസെടുക്കാൻ പാടില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി സംഘടിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പൊതുജീവിതത്തിനും ഭീഷണിയാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല, പൊതുജീവിതത്തിന് എതിരായി ഒന്നും പറയാൻ പാടില്ല. കാരണം അതെങ്ങനെ അപങ്കുരം പൊതുജീവിതം മുന്നോട്ട് പോവുകയാണ്. അതിന് വിരുദ്ധമായ ഒരു പ്രസ്താവന നല്ലതല്ല. അതുകൊണ്ട് ഏത് കാര്യത്തെപ്പറ്റി നമുക്ക് വിമർശിക്കാം, നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ സാമൂഹ്യ മാധ്യമത്തിൽ. പൗരന്മാരുടെ അഭിപ്രായത്തെ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ ഒരു നിയമവുമില്ല. ആർട്ടിക്കിൾ 19 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടനയുടെ 19-ാം വകുപ്പ് അനുസരിച്ച് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രകടിപ്പിക്കാം, മൈക്ക് വെച്ച് നമുക്ക് പ്രസംഗിക്കാം. ഇന്ത്യയിൽ എവിടെ പോയി അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ പോകണമെങ്കിലും നമുക്ക് സംഘടിക്കാം, ആളെ കൂട്ടാം, നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ ഒരു സംഘടന ഉണ്ടാക്കാം, ഒരു യൂണിയൻ ഉണ്ടാക്കാം, അസോസിയേഷൻ ഉണ്ടാക്കാം. രാജ്യത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. അത് ആർക്കും തടയാൻ കഴിയില്ല, ഒരു സ്റ്റേറ്റിനും തടയാൻ കഴിയില്ല. നമുക്ക് കേരളത്തിലെ പല പല പ്രശ്നങ്ങളും, അന്യ സംസ്ഥാന തൊഴിലാളികളിലൂടെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും അവരിവിടെ ഉണ്ടാകുന്നുണ്ട്, അവരുടെ നാട്ടിലുണ്ടാകുന്ന പോലെ ഇവിടെയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരെ ഇവിടുന്ന് ഓടിക്കാൻ കഴിയില്ല. നമുക്ക് അവരെ സാന്നിധ്യം ആവശ്യമാണ്. അതോടൊപ്പം അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാം. ചില സമയത്ത് അവരെ നാട്ടിൽ കാണുന്ന പോലെ ഇവിടെ ചിലപ്പോൾ കള്ളു കുടിച്ച് വെള്ളം ഉണ്ടാക്കിയെന്ന് വരാം, ചിലപ്പോൾ ആരെങ്കിലും കൊന്നെന്ന് വരാം. അതൊക്കെ ആ നാട്ടിലും ഈ നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അവർക്ക് കേരളത്തിൽ വന്ന് താമസിക്കുകയും ഭാര്യയും മക്കളുമായിട്ട് വരികയും ഇവിടെ തന്നെ അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കും അപ്രകാരം ചെയ്യാം. അതുകൊണ്ട് ആ കാര്യത്തിലൊരു നിയന്ത്രണം പാടില്ല. ഭരണഘടന 19-ാം വകുപ്പ് കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടന 19-ാം വകുപ്പ് വെച്ചിട്ടാണ് വിവരാവകാശം വെച്ച് നമ്മൾ പലതും അറിയുന്നത്. നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ ആക്ട് പ്രത്യേകമായിട്ട് നിലവിൽ വന്നത്. ഭരണഘടനയുടെ 19-ാമത്തെ വകുപ്പിനകത്താണ് അത് പറഞ്ഞിരിക്കുന്നത്. അറിയാനുള്ള അവകാശം, അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ പൊതുകാര്യങ്ങളെ പറ്റിയുള്ള നോളജ് നമുക്ക് ലഭിക്കണമെങ്കിൽ വിവരാവകാശം വെച്ച് നമ്മൾ ചോദിക്കാം. ആ ചോദിക്കുമ്പോൾ അതിന് മറുപടി തന്നേ വെക്കുള്ളൂ. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ടുള്ളൊരു ഉത്തരവാണ് അല്ലെങ്കിൽ അതാണ് വേണ്ടെങ്കിൽ അത് നടക്കില്ല. അങ്ങനെയുള്ള കാര്യത്തിന് വിവരാവകാശത്തിൽ അട്രാക്ട് ചെയ്യില്ല. അതുപോലെ ആർട്ടിക്കിൾ 19 കാര്യം ഞാൻ പറഞ്ഞു, ഭരണഘടനയുടെ 19, ഭരണഘടന 20 അനുസരിച്ച് നമുക്ക് പോലീസ് ചോദ്യം ചെയ്യുക, നമുക്കെതിരായിട്ട് ഒരു വ്യക്തിക്ക് എതിരായി അയാൾ തന്നെ മൊഴി കൊടുക്കാൻ പോലീസ് പ്രേരിപ്പിച്ചാൽ അതിന് വഴങ്ങേണ്ട ആവശ്യമില്ല. ഭരണഘടനയുടെ 20 വകുപ്പ് അങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തിക്കെതിരായിട്ട് ആ വ്യക്തി തന്നെ തെളിവ് ഹാജരാക്കേണ്ട ആവശ്യമില്ല ഭരണഘടന അനുസരിച്ച്. അതാണ് ആർട്ടിക്കിൾ ഭരണഘടനയുടെ 20-ാമത്തെ വകുപ്പ് പറയുന്നത്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസ് ഇപ്പം ജസ്റ്റിസ് BG അരുൺ അത് റദ്ദ് ചെയ്തിരിക്കുന്നു. ഭരണഘടനയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വിമർശിച്ചോ, പക്ഷെ അഗ്ലി പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വിമർശനം സഭ്യമായ ഭാഷയിൽ ആരെ വേണം വിമർശിക്കാം. എന്ത് കാര്യത്തെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാം. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് രാജ്യദ്രോഹത്തിനെതിരായിട്ടല്ലെങ്കിൽ, അല്ലെ പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണി അല്ലെങ്കിൽ
ആരുമായിട്ടും പങ്കുവെക്കാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്വകാര്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് തടസ്സമില്ല. അതുപോലെ ചിന്തകൾ നമുക്ക് കൈമാറാം സോഷ്യൽ മീഡിയയിൽ കൂടെ. അതിനെതിരായിട്ട് പോലീസ് കേസെടുക്കാൻ പാടില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും പറയാം. സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഈ കേസിന്റെ വിധി റദ്ദാക്കല് സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് BN അരുണിന്റെ. കാരണം പലരെയും ഇതുപോലെ പലർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനി നടക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിന്തിക്കാം. വീട്ടിലിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് രാജ്യദ്രോഹത്തിനെതിരല്ലെങ്കിൽ വേറൊരാളുമായിട്ട് പങ്കുവെക്കാം, അല്ലെങ്കിൽ സമൂഹമായിട്ട് പങ്കുവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് പങ്കുവെക്കാം. അതിനൊന്നും ഇന്ത്യയിൽ ഒരു തടസ്സമില്ല ഭരണഘടനയുടെ 19ാമത്തെ വകുപ്പ് പ്രകാരം. അതുകൊണ്ട് ആ ഒരു ആർട്ടിക്കിൾ 19 ആ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം മാനിച്ചാണ്, അതിൽ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാനിച്ചാണ് ജസ്റ്റിസ് VG അരുൺ ഈ ഒരു FIR തന്നെ റദ്ദാക്കിയത്. കാരണം സോമോട്ടോ ആയിട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്ന് ഞാൻ കരുതുന്നു. അത് രാജ്യത്തിന് ഭീഷണിയല്ല, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പൊതുജീവിത ക്രമത്തിന് ഒരു ഭീഷണിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റിസ് VG അരുണിന്റെ ആ വിധി വളരെ സുപ്രധാനമാണ് എന്ന് ഞാൻ പറയുന്നത്.